ഒന്നുമില്ല, ഹോട്ടല് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ അടച്ചിടേണ്ട ഘട്ടത്തിലാണ് ഉള്ളത്. കാരണം ഗ്യാസ് ഇല്ലാതെ ഒരു പണിയും നടക്കൂലല്ലോ. നമുക്ക് പെട്ടെന്ന് വേറൊരു സംവിധാനത്തിൽ പോകാനുള്ള ഇതില്ലല്ലോ. ഇപ്പൊ വിറകോ മറ്റോ എടുക്കാനുള്ള സംവിധാനം ഇല്ല. ഇപ്പൊ നമുക്ക് ഈ ഗ്യാസ് കിട്ടിയേ പറ്റുള്ളൂ. ഇപ്പം ഇതിന്റെ പേരിൽ ഇപ്പം മെനിഞ്ഞാന്ന് 115 രൂപ കൂട്ടി. ഈ ജനുവരി മുതൽ ഇപ്പം കൂട്ടി 280 രൂപ കൂട്ടി. 3 മാസമായിട്ട് കൂട്ടിയത് കൂടാതെ ഈ 115 രൂപ എക്സ്ട്രാ ഇപ്പൊ കൂട്ടി. ഗ്യാസിന്റെ ഷോർട്ടേജ് വേണ്ടി ഇപ്പൊ 1980 രൂപയായി. അത് കൂടാതെ ഷോർട്ടേജും സാധനം ഇല്ല. ചോദിക്കുമ്പോൾ പറയുന്നത് വെച്ചാല് പിന്നെ സാധനം ഫില്ല് ചെയ്യുന്നില്ല, പകരം ചെറിയ സിലിണ്ടർ മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. അത് കൊടുക്കാനുള്ള ഇപ്പൊ സംവിധാനമേ ഉള്ളൂ എന്നാണ്. വലിയ സിലിണ്ടർ താൽക്കാലികമായിട്ട് ഇപ്പം സപ്ലൈ കുറക്കാനാണ് പറയുന്നത്. നമ്മൾ IOCക്കും അവിടെ നമ്മളെ അസോസിയേഷൻ വളരെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ IOCന്ന് ഇന്നലെ വന്ന മറുപടി എന്ന് പറഞ്ഞാല് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് പരിഹരിക്കുമെന്നുള്ളതിന് അവരെല്ലാം മറുപടി തന്നു. കാരണം ഇപ്പൊ യുദ്ധം നടക്കുന്നു, ഗ്യാസ് എത്തുന്നില്ല, അപ്പൊ പിന്നെ എങ്ങനെയാണ് പരിഹരിക്കാന്ന് പറഞ്ഞാൽ വേറെ എവിടെന്നെങ്കിലും സാധനം എത്തിക്കാനുള്ള സംവിധാനമോ എന്താണെന്നറിയില്ല. ഇപ്പം ഇറാനുള്ള ഇപ്പൊ ഈ യുദ്ധം കാരണമല്ലോ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പൊ ഇനി വേറെ എവിടെന്നെങ്കിലും വരുത്താനാണോ, ഇനി ഇത് കൃത്രിമമായിട്ടുണ്ടാക്കിയ പ്രശ്നമാണോ, ഒന്നും അറിയുന്നില്ല. ഇത്രയും വലിയ രാജ്യത്ത് 2 ദിവസം കൊണ്ട് ഗ്യാസ് ഇത്രയും ആകേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് പിന്നെ ഓൾ ഇന്ത്യ പ്രോബ്ലം ആണല്ലോ അല്ലേ? വെറും കേരള അല്ല, കേരളം മാത്രമല്ല, ഓൾ ഇന്ത്യ പ്രശ്നമാണ്. നമുക്കിവിടെ നമ്മളിവിടെ ആയിട്ട് ആ പ്രശ്നമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എല്ലാം ഇങ്ങോട്ടുള്ള കുറഞ്ഞാണോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. നിലവിൽ ഈ പ്രതിസന്ധി നേരിടാൻ ഹോട്ടൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഹോട്ടൽ മുതലാളിമാർക്ക് വേറെ മുന്നിൽ ഒരു വഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത്. വേറെ വഴി എന്ന് പറയാനേ ഗ്യാസ് ഇല്ലാതെ വേറെ ചെയ്യണമെങ്കിൽ വിറക് അടുപ്പ് അങ്ങനത്തെ വല്ലതും ചെയ്യണം. അല്ലാതെ ഗ്യാസ് കിട്ടിയേ പറ്റുള്ളൂ. ഗ്യാസ് ഇല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ഉപയോഗിക്കാനുള്ള പെട്ടെന്ന് സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.